വള്ളംകളി കാണുന്ന സ്ഥലത്തായിരിക്കണം. വള്ളംകളിയിലെ ആളുകൾ ട്രയൽ നടത്തുന്നതാണ്. നിങ്ങളത് ഞാൻ കാണിച്ചു തരാം. ഇന്ന് വരെ വള്ളംകളി നേരിട്ട് കാണാത്ത ആളുകളാണ് ഞങ്ങൾ. ഇതിപ്പോൾ വള്ളംകളിക്ക് മുന്നോടിയായിട്ട് നടക്കുന്ന പരിശീലനം മാത്രമാണ്. ഇന്ന് 18-ാം തീയതി, കൃത്യം 4 ദിവസം കഴിഞ്ഞ 22-ാം തീയതി വള്ളംകളിയാണ്. വള്ളംകളിയാണെന്നാണ്, പക്ഷെ ഒരു തേങ്ങ അറിയാൻ പോകുന്നത്. ഈ വീഡിയോ വള്ളംകളിയെക്കുറിച്ച് അപാരമായ അറിവുള്ളവർ കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇവിടെ എത്തിയപ്പോഴാണ് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഏത് ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റ് എവിടെ നിന്ന് കിട്ടും, എത്ര മണിക്ക് വള്ളംകളി തുടരും, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഡൗട്ട്. അപ്പം ഞങ്ങൾ ഗാലറിയിലാണ് നിൽക്കണം. അടിപൊളി, ഇവിടെ ഒരു രക്ഷയില്ലാത്ത ആവശ്യമാണ്. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം ഏത് വള്ളമാണ്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ അറിയാം. നമ്മള് പൊട്ടൻ ചന്തക്കോല അല്ല, ഇത്രയും നാളെ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നോന്നാ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. നമ്മൾ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനാണല്ലോ ഇന്ന് നമുക്കൊരു വള്ളംകളി ട്രയൽ കാണാൻ പോകുന്നത്. ഇവിടെ വന്നപ്പോൾ പക്ഷെ ഭയങ്കര ആവേശമാണ്. അതിങ്ങനെ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുമ്പോഴത്തേക്കും ഉള്ളൊരു സന്തോഷം. പന്നുണ്ട് ഒരു വള്ളം പന്നാണോ പോണാണെന്നറിയില്ല. വള്ളംകളി നടക്കുന്ന ഗാലറിയുടെ അടുത്ത് തന്നെ ഇതിന്റെ ടിക്കറ്റ് കൊടുക്കുന്ന സംവിധാനമുണ്ട്. പക്ഷെ ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എങ്ങോട്ടാ പോണ നമ്മള് വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട്. ഇത്തവണ കപ്പടിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച ടീം ഏതാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. കഴിഞ്ഞ തവണ ഫൈനലിൽ വന്ന 4 വള്ളങ്ങളെ പറ്റി അറിയാം. മേൽപ്പാടം, വിയ്യപുരം വില്ലേജ്, നടുഭാഗം, നിരണം. അതിൽ വിയ്യപുരം ജേതാക്കളായോ എന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട്, എത്ര വള്ളങ്ങളാണ് ഒരു തവണ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നത്? മറ്റു മത്സരങ്ങൾ പോലെ ഇതിന് യോഗ്യതാ മാനദണ്ഡമുണ്ടോ ഈ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കാൻ? മാത്രമല്ല ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായ ടീമും ഏതാണ്? ഞാൻ ആദ്യമായിട്ടാണ് ചുണ്ടൻവള്ളം ഇത്ര അടുത്ത് കാണുന്നത്. ഇതിന്റെ പേര് തലവടി ചുണ്ടൻ. കൈനഗിരി എന്നായിരുന്നു അവരുടെ ജേഴ്സിയിൽ പേര് എഴുതി വെച്ചിരുന്നത്. ഒരു വള്ളമാണ് നിലവിൽ ഇപ്പോൾ ട്രയൽ അടിക്കുന്നത്. നമുക്കത് കാണാം. ഒന്നല്ല, 2 എണ്ണം ഉണ്ടായി. ഏതാണ്? നമ്മൾ വന്നപ്പോ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് പോയപ്പോ അത് പോയെന്ന് തോന്നുന്നു. അത് പോയി. ഈ ട്രയൽ നടക്കുമ്പോൾ കാണുന്ന ചേട്ടന്മാര് ഫിനിഷ് ചെയ്യുന്ന ടൈം കൂടി പറയുന്ന കേട്ടു. അത് കേട്ടപ്പോൾ ഒരു ആകാംക്ഷ. ഏറ്റവും കുറവ് സമയത്ത് ഫിനിഷ് ചെയ്ത് റെക്കോർഡ് ഇട്ട വള്ളംകളി ടീം ഏതാണ്? ട്രയൽ നടക്കുന്നതാണോ? നമ്മുടെ ചുറ്റിലും ഇഷ്ടംപോലെ ബോട്ടുകളും വള്ളങ്ങളൊക്കെയാണ്. ട്രയൽ നടക്കാനായിട്ട് ഇപ്പോൾ വള്ളം നേരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ, പിന്നെ അത് റിട്ടേൺ അടിച്ച് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പിന്നെ ഒരു ഡൗട്ട് ഉള്ളത്, ഒരു വള്ളത്തിൽ എത്ര തുഴക്കാരുണ്ടാവും എന്നുള്ളതാണ്. മാത്രമല്ല എത്ര നാൾ മുമ്പ് ഒരു പ്രാക്ടീസ് തുടങ്ങുമെന്നും കൂടി അറിഞ്ഞാൽ കൊള്ളാം. ഇതിന് കോച്ച് ഉണ്ടെന്ന് വരെ ഞങ്ങൾ അറിയുന്നത് ഇന്നാണ്. നിറച്ച ആളാ. വള്ളംകളി നടക്കുന്ന ട്രാക്കിൽ ഇഷ്ടംപോലെ ബോട്ടുകൾ, വള്ളങ്ങള്, കയാക്കിംഗ് ബോട്ടുകൾ ഇതൊക്കെയുണ്ട്. അങ്ങ് ദൂരെ മാറി എണ്ണിയാ തീരാത്തത്ര ഹൗസ് ബോട്ടുകളും ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടക്കണേണ്. ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സീറ്റ് കിട്ടിയില്ലേ? അതെ, ഫ്രണ്ടിൽ തന്നെ ഒരു സീറ്റ്. അടിപൊളി സീറ്റ്. വേറെ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, രണ്ടാമത്തെ വള്ളം വന്നിട്ടാ. അടിപൊളി. ഞങ്ങളെ ഒരു വള്ളം ഉണ്ടെന്ന് വിചാരിച്ചാണ് ഇരുന്നത് ചിത്ര നേരം. അപ്പൊ ഞങ്ങൾ അവിടെ നോക്കാൻ നേരത്ത് അവിടുന്ന് രണ്ടാമത്തെ വള്ളം വന്നിട്ടുണ്ട്. അപ്പൊ ഇത്ര നേരം ആ ഒരു വള്ളം ഓർന്ന് ഓടിക്കൊണ്ടിരുന്നത്. ചിത്ര രണ്ടാമത്തെ വള്ളം. ആ വരുന്ന വരവ് കണ്ടാ മോനെ. അവരിപ്പോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് വന്നത്, ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്നത്. അതിനിടക്ക് കുറെ പിള്ളേര് ഇവിടെ നീന്താണ്. ഇഷ്ടംപോലെ ബോട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല. അടുത്ത് വരുമ്പോ നോക്കാം നമുക്ക്. കാവേരി ചുണ്ടന പായ്ക്കര എന്നൊക്കെ എഴുതിയുണ്ട് വള്ളത്തിന്റെ മുകളില്. അപ്പൊ ഇതൊക്കെ കാണുന്നവരറിയാവുന്നവരുണ്ടെങ്കിൽ പറയണേ ഇത് ഏത് വള്ളമാണെന്നൊക്കെ. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, റോമാഞ്ചിഫിക്കേഷൻ ആണ്. ഏതെങ്കിലും വള്ളക്കാരെ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടുകാരെ കിട്ടി വെച്ചെങ്കിൽ നമുക്ക് അവരുടെ ഒപ്പം കയറാറുണ്ട്. ഞങ്ങൾ ആദ്യം ബോട്ടിൽ കയറാന്ന് വിചാരിച്ചാണ്, പിന്നീട് വേണ്ടാന്ന് വിചാരിച്ചു. ഈ നടന്ന ഫിനിഷിംഗ് പോയിന്റും പിന്നെ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വന്ന. തിരിച്ചപ്പോൾ നമ്മൾ ബൈക്ക് വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് കിടക്കണേ. ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ട് വണ്ടികളൊന്നും വന്നിട്ടില്ല. ആ വള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വള്ളം കൂടി വന്നിട്ടുണ്ട് അവിടുന്ന്. അങ്ങോട്ട് പോയ ടീം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇഷ്ടംപോലെ നോർത്ത് ഈസ്റ്റിലുള്ള ഭായിമാരുണ്ടായി. അവരെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫിറ്റ്നസ് ഒക്കെ ഉള്ള ആളുകളാണ്. ഇതിനു മുമ്പ് ടി വിയിൽ കാണുമ്പോഴും നമ്മൾ ഇഷ്ടംപോലെ ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഫുട്ബോളിലൊക്കെ പുറത്തുനിന്ന് കളിപ്പിക്കാൻ കൊണ്ടുവന്ന പോലെ തുഴച്ചിലൊക്കെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആളുകളാണ് അവരെന്ന് തോന്നുന്നു. ഞങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടക്കുമ്പോൾ ഇതുപോലുള്ള അതിഥികളെയും കാണുന്നുണ്ട് കേട്ടോ. നടക്കുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ നടക്കണം എല്ലാവരും.
ഇവിടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് ടിക്കറ്റ് വേണം, കാരണം ഇവിടെ ടിക്കറ്റ് വേണമെന്നാണ് ഇപ്പൊ പറയണത്. ഈ ഇവിടെ സൈഡിൽ സ്റ്റാൻഡിങ് ഇരിക്കാനല്ല, ഇവിടെ സ്റ്റാൻഡിങ് ആണ്. നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ നടക്കുന്ന ഭാഗത്തൊക്കെ ടിക്കറ്റ് എടുത്ത് കയറണമെന്നാണ്. വള്ളംകളി നടക്കുന്നതിന്റെ അടുത്ത് തന്നെ DTPCന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് വാങ്ങാൻ കിട്ടും. മാത്രമല്ല നെഹ്റു ട്രോഫി വള്ളംകളി ബുക്കിംഗ് സൈറ്റും ഉണ്ട്. ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പറ്റും. ആ വള്ളത്തിൽ പായ്പാടഞ്ഞുണ്ടെന്നല്ലേ? പായ്പാടം ചുടൽ പള്ളു എന്നാൽ പള്ളാക്കടവ് ബോട്ട് ക്ലബ്ബാണ്. ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഗ്യാലറിയിലെത്തി, അതായത് ഫിനിഷിംഗ് പോയിന്റിന്റെ അവിടെ എത്തി. ഈ ഗ്യാലറി ആണെന്ന് തോന്നുന്നു ഈ വള്ളംകളി കാണാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥലം. ഇവിടെ ഈ വള്ളംകളി കണ്ടു വെക്കുമ്പോൾ തുഴച്ചിലുകാരൊക്കെ ആവേശം കൊടുത്ത കാണികൾക്കുണ്ടെന്ന് മനസ്സിലായി. ഈ ഒരു ട്രയൽ ദിവസം തന്നെ എത്രമാത്രം ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ വള്ളംകളി നടക്കുന്ന ദിവസം എന്തായിരിക്കും ഇവിടുത്തെ ആഘോഷമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വള്ളംകളിയുടെ ചരിത്രം അറിയില്ല, പക്ഷെ നെഹ്റു വന്ന് വള്ളംകളി കണ്ട് കപ്പ് കൊടുത്തതിന് ശേഷമാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആയതെന്നറിയാം. അപ്പുറത്തെ ഗാലറിയിൽ നെഹ്റുവിന്റെ വലിയ പ്രതിമ ചരിത്രം വിളിച്ചോതിക്കൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. വള്ളംകളി തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വള്ളംകളിയെ കുറിച്ച് രസകരമായ കാര്യങ്ങൾ അറിയണം, അവിടെ ഒന്ന് പോകണം, ടിക്കറ്റ് എടുക്കണം, ഏത് വഴി വന്നം, ഇതൊക്കെ അറിയാനുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നത്. എന്തായാലും 22-ാം തീയതി ഞങ്ങളവിടെ കാണും. ഇത്രയും കാലമായിട്ട് ഇത് കാണാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ചോദിച്ച ചോദ്യങ്ങൾക്ക് വള്ളംകളി പ്രേമികൾ ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.